ഹലോ. അപ്പം ഇങ്ങനെ ഇരുന്നപ്പം വൈകുന്നേരം ഒരു പായസം കഴിക്കാനെ കൊണ്ട് ഭയങ്കര കൊതി കേട്ടോ. അപ്പം നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ദാ ഇവിടെ പായസം മിക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെർമസിലി. അപ്പം നമുക്കിത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാവേ. അപ്പം ഇതാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചേക്കുന്ന പായസം മിക്സ്. അപ്പം ഇത് ഞാനൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം. പക്ഷെ ഞാൻ ഇത് ആദ്യമേ ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണേ. ഇത് നമ്മൾ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. നമുക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ കഴിക്കാനൊരു കൊതി. നമുക്കിത് ഉണ്ടാക്കി നോക്കാവേ. ഇതാണ് കേട്ടോ എൻ്റെ മാമി. എൻ്റെ മാമിയാണെങ്കിൽ ഞങ്ങൾ പായസം വെക്കുന്ന പറയുമ്പോൾ മാമിക്ക് ഭയങ്കര നാണമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇതാ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് പാലൂടെ ഒഴിക്കുവാണേ. അങ്ങനെ കുറച്ച് പാലും വെള്ളവും ഒക്കെ നമ്മൾ ചൂടാവാനെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വാപ്പാണെങ്കിൽ കുഞ്ഞ് ട്യൂഷനൊക്കെ കുഞ്ഞെ വിളിച്ചിട്ട് വരാമെന്ന് കേട്ടോ പറയുന്നേ. അങ്ങനെ ചൂടാവാൻ വെച്ച പാല് നമ്മൾ കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അവിടെ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചേക്കുക. പാൽ അവിടെ ചൂടാവുന്ന സമയം കൊണ്ടിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ വിചാരിച്ച് നമ്മുടെ പായസം മിക്സ് ഇല്ലേ, ആ പായസം മിക്സൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒരു പ്ലേറ്റിനകത്തോട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ. കുറേ പേര് ഒരുപാട് ഞാനിങ്ങനെ വീഡിയോസ് കണ്ടപ്പോൾ അതിനകത്ത് കണ്ടിട്ടുണ്ട് പായസം മിക്സിനകത്ത് നിന്ന് പഞ്ചസാര ഒരുപാട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ എടുത്ത് മാറ്റി മാറ്റി വെക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനെപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ അതിനകത്തുള്ള പഞ്ചസാര എല്ലാം അതിനകത്ത് തന്നെ ഇടാറുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയ മധുരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും മധുരം ആവശ്യമാണ് കേട്ടോ. എല്ലാവർക്കും മധുരം വേണം. അതുകൊണ്ടിട്ട് ഞാൻ പഞ്ചസാരയൊന്നും മാറ്റുന്നില്ല. എന്നാലും നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഞാൻ ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇട്ടിട്ട് നോക്കാം എന്തെങ്കിലുമൊക്കെ കുഴപ്പം ഇതിനകത്തുണ്ടോന്ന്. വലിയ കാര്യത്തിൽ പാലൊക്കെ വെച്ച്, പക്ഷെ ഇതൊരു പൊട്ടിച്ച് നോക്കിയില്ല. ഒരു ദിവസം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതേപോലെ കുറേ ദിവസമായിട്ട് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇതേപോലെ ആഗ്രഹം തോന്നി എടുത്ത് വെച്ച് പാലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊട്ടിച്ച് നോക്കുന്നത്. എപ്പോഴും പൊട്ടിച്ച് നോക്കിയപ്പോൾ അതങ്ങനെ ചീത്തയായിപ്പോയി. അതിനകത്തുനിന്ന് വേറെ എന്തൊക്കെയോ കേടായ സാധനങ്ങളൊക്കെ വന്നു. അപ്പം അതങ്ങനെ ചീത്തയായിപ്പോയി. പിന്നെ എന്ത് ചെയ്യാനാ, അതേപോലെ പാലങ്ങനെ തന്നെ വെച്ചു, ചൂടാക്കിയാണ് വെച്ചു പാല്. അപ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കാവേ. അപ്പം അതാ ഞാനിത് തട്ടി കേട്ടോ. തട്ടി ഞാൻ വിചാരിച്ചു ക്യാമറ ഓണാണെന്ന്. പക്ഷേ റെക്കോർഡിംഗ് ആണെന്ന് വിചാരിച്ചു. തട്ടി കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ക്യാമറ നോക്കിയപ്പോഴേ ക്യാമറ റെക്കോർഡിംഗ് അല്ലാതെ മനസ്സിലായത്. അപ്പോൾ ഇതാ നമ്മളിത് പാല് തിളച്ച് കയറി വന്നു കേട്ടോ. നമ്മളിനി ഇതിനകത്തൂടെ തട്ടി കൊടുക്കുവാണേ. തട്ടി കേട്ടോ. നമ്മൾ ഇത് തട്ടി കൊടുക്കുവാണേ. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി 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 നിൽക്കണം കേട്ടോ. ഇളക്കി ഇളക്കി നിന്നാലേ നമുക്ക് നല്ല കുറുകി വരണം. കുറച്ച് സമയം എടുക്കും. അത് അരി ആട്ടാനുള്ളതാണ്. നാളത്തേക്ക് വേണ്ടിയിട്ട് ദോശയ്ക്ക് അരി ആട്ടാനാണ്. നമ്മുടെ ചൂട് വെള്ളമാണേ. ചൂട് വെള്ളം ചൂടാക്കിയത് തീർന്നു പോയായിരുന്നു. ഇപ്പം ഇതാ പുതിയ അടുത്ത ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. എന്താണ്ട് കേട്ടോ. രാജകുമാരി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ട്യൂഷന് പോയോ? ഇനി എന്താ പഠിപ്പിച്ച്? എന്തോ വേണം? എടുക്കണോ? ചെരുപ്പൊക്കെ ഊരിയിട്ട് ഉമ്മി എടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കും കേട്ടോ. ഇപ്പത്ത് ചൂട് വെള്ളം കേട്ടോ. ഇവിടെ കുഞ്ഞിന് ചൂട് വെള്ളം വേണം. അതിനാണ് ഈ ചൂടുവെള്ളം വെച്ചേക്കുന്നത്. അത് തിളച്ച് നമുക്കപ്പം അതിൻ്റെ തീ ഓഫ് ചെയ്യാവേ. ഇത് നമുക്ക് പതിയെ പതിയെ ഇളക്കി ഇളക്കി എടുക്കാം. ഇനി നമുക്കാണെങ്കിൽ അതൊന്ന് ആയി വരുന്ന സമയം കൊണ്ട് കുഞ്ഞിൻ്റെ ഇന്ന് കൊടുത്തു വിട്ട ചോറ് പാത്രമൊക്കെ കഴുകി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെക്കാം കേട്ടോ. കൊച്ചു കുട്ടികളല്ലേ, അപ്പം സ്കൂളിൽ നിന്നാണെങ്കിലും അവർ നല്ല വൃത്തിക്കല്ലോ കഴുകി കൊടുത്ത് വിടുന്നത്. അപ്പം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അത് നല്ലപോലെ സോപ്പിട്ട് കഴുകിയിട്ട് കുറച്ച് ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ കഴുകിയൊക്കെ വെക്കും. അതിനുശേഷം പിന്നെ പിറ്റേന്ന് നമ്മൾ അല്ലാണ്ട് കഴുകി എടുക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ ചെയ്യാവേ. ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, അപ്പം ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണം, കഴുകിയെടുക്കണം. ഇത് കണ്ടോ, ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ കുഞ്ഞിൻ്റെ LKG ആണ്. അപ്പം കുഞ്ഞിൻ്റെ പേരറിയാൻ വേണ്ടിയിട്ട് അവർക്ക് തിരിച്ച് കറക്റ്റ് ബാഗിൽ വെക്കാനെ കൊണ്ട് നമ്മൾ വാട്ടർ ബോട്ടിലാണെങ്കിലും ലഞ്ച് ബോക്സ് ആണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് വെക്കും കേട്ടോ. പേരൊട്ടിച്ച് വെക്കും. ഇത് ഞാനിപ്പോൾ അവർക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് മേടിച്ച ലഞ്ച് ബോക്സ് ആണേ. ഇതിപ്പം ഞാൻ മേടിച്ചേ ഉള്ളൂ കേട്ടോ. അവളുടെ ആദ്യത്തെ ലഞ്ച് ബോക്സ് ഇത് ഞാൻ ലുലുന്ന് മേടിച്ചതാണേ. ഞാൻ പഠിക്കുന്ന എറണാകുളത്തല്ലേ. അപ്പം ഞാൻ അവിടെ നിന്ന്
ഒരു ദിവസം എറണാകുളം ലുലു പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ച പാത്രം കേട്ടോ ഇത്. അപ്പം ഇത് മറ്റേത് ഞാൻ ഇപ്പം മേടിച്ചുകൊണ്ട് രണ്ടും മാറിയും തിരിഞ്ഞു കേട്ടോ കൊടുത്തു വിടുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ സാധനം ഇളകി പോവും. അപ്പം സ്കൂളിൽ നിന്ന് ടീച്ചർ കഴിയുന്ന സമയത്ത് ഇത് ഇളകി അങ്ങ് പോവും. ഇളകി പോകുമ്പോഴത്തേക്ക് അവരിതാ ടീച്ചറും അവിടുന്ന് ഇതാ ഇതിനകത്തോട്ടിട്ട് കൊടുത്തു വിടുക ചെയ്യുന്നത്. അപ്പം അതങ്ങനെ ഇളകി പോകുന്നുണ്ട്. അവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ പാടായിരിക്കും. എപ്പോഴും ഇതിങ്ങനെ ഇളകി പോവല്ലേ. അപ്പോൾ പോയി കഴിഞ്ഞാൽ അവരിത് കണ്ടുപിടിക്കാനൊക്കെ നടക്കണം. അതുകൊണ്ടിട്ട് അത് പാടായതുകൊണ്ടിട്ടാണ് ഞാനാണെങ്കിൽ ഇതാ ഇത് മേടിച്ചത് കേട്ടോ. അപ്പോൾ രണ്ടും മാറിയും തിരിഞ്ഞൊക്കെ കൊടുത്തു വിടാം അങ്ങനെ വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ അവളുടെ ടിഫിൻ ബോക്സ്. ഇതാ എൻ്റെ മോളുടെ ടിഫിൻ ബോക്സ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി കേട്ടോ. പാത്രം കഴുകുന്നതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചൂടുവെള്ളം ഒഴിച്ച് പാത്രമൊക്കെ കഴുകിയിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവിടെ ഇരുന്ന് ഇങ്ങനെ വെള്ളം തോന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പായസം എന്തായാലും നോക്കാം. മാമി അവിടെ നിന്ന് തകൃതിയായിട്ട് ഇളക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. മാമിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ പാത്രം കഴുകാനും അതിനെതിരൊക്കെ ഞാൻ അങ്ങ് പോയി. അപ്പോൾ നമുക്കിനി നമ്മുടെ പായസം എന്തായാലും നോക്കാമേ. അത് പായസം താണ്ട മാമി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് നല്ല കുറുകി വരുന്നൊക്കെ ഉണ്ട്, തിളച്ച് കുറുകി വരുന്നത്. ഇതിനി കുറുകി നല്ല വരുന്ന സമയത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മാമി അവിടെ നിന്ന് തകൃതിയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പം അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് ഞാൻ അതിനകത്തൊന്നും വറുത്തു വരാനൊന്നുമില്ല, കാരണം പായസം മിക്സ് അല്ലേ, അതിനകത്ത് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് അതിനകത്തൊന്നും വറുത്തു പോരൊന്നും ഇടത്തില്ല. പിന്നെ നമ്മൾ അതിനകത്ത് പഞ്ചസാര ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല. എല്ലാ പഞ്ചസാരയും നമ്മൾ അതിൽ എത്രത്തോളം പഞ്ചസാര ഉണ്ടായിരുന്നു അത്രത്തോളം പഞ്ചസാര നമ്മൾ അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി പ്രത്യേകിച്ച് മിൽക്ക് മെയ്ഡോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. ഓൾറെഡി അതിനകത്ത് ഉള്ള മധുരം എല്ലാം നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഇനി മിൽക്ക് മെയ്ഡും കൂടെ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി മധുരമായി പോകും. നമ്മളിനി അതൊന്നും ഉപയോഗിക്കുന്നില്ല. അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അമ്മ അവിടെ നിന്ന് പായസം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനകത്ത് നെയ്യും കൂടെ ഒഴിക്കുവാണേ. നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കുറുക്കി എടുക്കുക. പായസം അമ്മ കുളിച്ചിട്ടൊക്കെ വന്നേ കേട്ടോ. ഇപ്പം ആവാറായോ അമ്മ പായസം? ആയോ? പിന്നെ നമുക്ക് പായസം ചുച്ചാം. പായസം ചുച്ചിട്ട് നമ്മൾ ഹോംവർക്കും ചെയ്തിട്ടല്ല ഉറങ്ങും. ഓക്കെ, ചോറും കഴിച്ചിട്ട്. രാജകുമാരിക്ക് ഒരു ഗ്ലാസ് കൊടുക്കണേ. പായസം കുടിച്ച് ചോറ് കഴിച്ചിട്ട് നമുക്ക് അല്ല ഉറങ്ങും കേട്ടോ. രാജകുമാരി അല്ലേ? രാജകുമാരി ഉമ്മിയുടെ രാജകുമാരിയാന്ന് പറ. അപ്പൊ നമുക്ക് ഇനി പായസമൊക്കെ അത് കുറുകിയൊക്കെ വന്നേട്ടോ. അപ്പം മാമിക്ക് ഇപ്പം മാമിയുടെ മരുമോള് ജോലി കഴിഞ്ഞിട്ട് വന്നേട്ടോ. അപ്പം ഇനിയിപ്പം മാമിക്ക് പായസം കുടിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല. മാമി കൊണ്ടുപോയി അവിടെ പോയിട്ട് കുളിച്ചോളാന്ന്. അപ്പം ഇപ്പം കുറുകി എടുത്ത് വന്ന് അപ്പം അമ്മ ഒരു ചോറ്റുപാത്രമൊക്കെ കഴുകി എടുത്തിട്ട് അതിനകത്തോട്ട് പായസം മാമിക്ക് കോരി ഒഴിക്കാട്ടോ. അപ്പം മാമി ഇനി അവിടെ പോയി കഴിച്ചോളാന്ന്. ഇല്ലേ സിയ വീട്ടിൽ കൊണ്ട് പായസം കുടിച്ചോളാം. രാജകുമാരിക്ക് ഒരു ഗ്ലാസ് കൊടുക്കണമേ. സിയാക്ക് പായസം കൊടുക്കുവോ? കുഞ്ഞെല്ലാവർക്കും പായസം തരും കേട്ടോ. മാമി പായസമൊക്കെ എടുത്തോണ്ട് പോവുക കേട്ടോ. ടാറ്റാ. നമ്മുടെ പായസം എന്താ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഒരു പാത്രത്തിലോട്ട് കുറച്ച് കോരി എടുത്തിട്ട് ഞാനും കുഞ്ഞും കൂടെ ചേർന്ന് കുടിക്കാൻ പോവാണേ. ഇനി പായസം എങ്ങനെയുണ്ട്? കൊള്ളാവോ? അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിനി പായസമൊക്കെ കുടിക്കാൻ പോവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.